ഇപ്രാവശ്യം 400-ലധികം എന്നായിരുന്നു NDA ആദ്യം ഉയർത്തിയ മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന നിലയിൽ എക്സിറ്റ് പോളുകൾ പുറത്തു വരികയാണ്. നമുക്ക് വിശദമായി ഇക്കാര്യം പരിശോധിക്കാം. പി ബസന്ത്, പി ബാലഗോപാൽ, അർജുൻ എല്ലാവരും ഉണ്ട്. 400-ലധികം എന്ന് പറയുന്നത് ഏതാണ്ട് 400-ന് അടുത്തെത്തി നിൽക്കുന്നുണ്ട് കണക്കുകൾ. അല്ല, തീർച്ചയായിട്ടും 340 മുതൽ 392 വരെയുള്ള സീറ്റുകൾ BJPക്ക് ലഭിക്കുമെന്നുള്ള ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഈ ഒരു സ്വിംഗ് സീറ്റ്സ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വിലയിരുത്തിയിരുന്ന മഹാരാഷ്ട്രയിലും ബീഹാറിലും രാജസ്ഥാനിലുമൊക്കെ അവർക്കൊരു തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്നാലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള നേട്ടം അത് മറികടക്കാൻ പോകുന്നതാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ BJP ഇതിലേക്ക് വർക്ക് ചെയ്യുന്നത്. ഒരുപക്ഷെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് നരേന്ദ്രമോദി വീണ്ടും 3-ാം തവണയും ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഒരുപക്ഷെ തമിഴ്നാട് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും BJP നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. തെലങ്കാനയിൽ BRSന്റെ തകർച്ച നേട്ടം BJPക്ക് വരുന്നു. ആന്ധ്രയിൽ TDPയുമായിട്ടുള്ള സഖ്യം, അത് വലിയ നേട്ടം BJPക്ക് ഉണ്ടായി കൊടുക്കുന്നു. YSRന്റെ പൂർണ്ണമായ ഒരു തകർച്ചയിലേക്ക് അത് പോവുകയാണ്. പശ്ചിമ ബംഗാളിലാണ് BJP ഒരുപക്ഷെ ഒറ്റയ്ക്ക് വലിയൊരു നേട്ടത്തിലേക്ക് പോകുന്നത്. 24 സീറ്റ് വരെ ലഭിക്കാം എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത്. നോർത്ത് ഈസ്റ്റും സമാനമായ തരത്തിൽ BJP കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നിലനിർത്തുന്നു എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്നത്. പക്ഷേ മഹാരാഷ്ട്രയിൽ BJP അടിപതറുന്നു എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ബീഹാറിലും ഈ വരുന്ന എക്സിറ്റ് പോളുകൾ ശരിയാണെങ്കിൽ അവിടെ അടുത്ത നേതാവ് തേജസ്വി യാദവ് ആണ് എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. ജനതാദൾ U ഒരു തകർച്ചയെ നേരിടുന്നു. അതോടൊപ്പം തേജസ്വി യാദവും അവിടെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒറ്റ ഇതിൽ വിലയിരുത്തുകയാണെങ്കിൽ ഒരു മൂന്നാമത്തെ ടേം കൂടി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്നു, BJPക്കും NDAക്കും ലഭിക്കുന്നു എന്ന് തന്നെയാണ്. കോൺഗ്രസ് പ്രതീക്ഷിച്ച പോലെ പെർഫോം ചെയ്തിട്ടില്ല പലയിടത്തും. ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികളും നല്ലോണം പെർഫോം ചെയ്യുമ്പോഴും കോൺഗ്രസിൻ്റെ പ്രകടനം മെച്ചപ്പെട്ടതാകുന്നില്ല എന്നുള്ളതാണ് ഇത് നൽകുന്ന സൂചന. ഒരുപക്ഷെ രാജസ്ഥാനിലും ഒക്കെ അങ്ങനെ ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയും. മധ്യപ്രദേശ് പോലും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നുള്ളത്, അത് ചിന്തുവാട വരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂന്നാമതൊരു ടേം കൂടി BJPക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്ലിയർ കട്ട് സാധ്യതയാണ് കാണുന്നത്. മഹാരാഷ്ട്രയിൽ വായിച്ചോടെ പോയിരുന്നല്ലോ. മഹാരാഷ്ട്രൻ്റെ റിസൾട്ട്, അല്ലെങ്കിൽ റിസൾട്ട് അല്ല, ഒരു പ്രവചനം കാണുമ്പോൾ തോന്നുന്നത് എന്താ? മഹാരാഷ്ട്രയിൽ ഒരു നല്ല മത്സരം ഉണ്ട് എന്ന് തന്നെയാണ് ഈ പ്രവചനം. നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ തന്നെ ഒരു നല്ല മത്സരം അവിടെ നടക്കുന്നുണ്ട്. ഈ പ്രധാനമായിട്ട് ഞാൻ ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിൽ ഈ പല സർവേ ഞാനിങ്ങനെ ഈ ചർച്ചകളൊക്കെ കേൾക്കുകയായിരുന്നു. അപ്പോൾ ആ ചർച്ചകളിലൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം, ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയാണ് ഇതിനൊരു ബെഞ്ച് മാർക്കായിട്ട് ഇവർ കണക്കാക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉദാഹരണത്തിന് ഡൽഹിയിൽ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം 2.5 ലക്ഷത്തിന് മുകളിലാണ്. ആ 2.5 ലക്ഷത്തിന് മുകളിലുള്ള ആ ഭൂരിപക്ഷം മറികടക്കുക, ആ 2.5 ലക്ഷം എന്നുള്ള ഭൂരിപക്ഷം മറികടക്കുന്നതിലേക്ക് ഇന്ത്യ സഖ്യം എത്തിയിട്ടില്ല എന്നാണ് പൊതുവേ ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിൽ മറ്റേ നമ്മൾ മൈന്യൂട്ടായിട്ട് കേൾക്കുമ്പോഴത്തേക്കും അത് മനസ്സിലാകുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ബീഹാറിൻ്റെ കാര്യം പറഞ്ഞു. ബീഹാറിൽ ഞാൻ കേട്ട 2 സർവേകളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കേട്ടത് യാദവ മുസ്ലിം കൺസോൾട്ടേഷൻ അവിടെ RJD കോൺഗ്രസ് സഖ്യത്തിനുണ്ടായിട്ടുണ്ട്. 2019 പോലെ ഈ മുസ്ലിം വോട്ടിനകത്തൊരു സ്പ്ലിറ്റും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ അവിടെ വോട്ട് പെർസെൻറ്റേജ് കൂടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വോട്ട് പെർസെൻറ്റേജ് കൂടുമ്പോൾ അത് 2019 BJPയുടെ കിട്ടിയ ഭൂരിപക്ഷത്തിനെ മറികടക്കാൻ വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യമാണ്. കമ്മിങ് ബാക്ക് ടു മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിലും 2019 വളരെ ആധികാരികമായ വിജയമായിരുന്നു ഈ ഇവർക്കുണ്ടായ BJP സഖ്യത്തിനുണ്ടായിരുന്നത്, അന്നത്തെ NDA സഖ്യത്തിനുണ്ടായിരുന്നത്. ആ ഒരു ഭൂരിപക്ഷം, അതായത് അന്നുണ്ടായിരുന്ന ഭൂരിപക്ഷം പല മണ്ഡലങ്ങളിലും ഇപ്പോൾ മറികടക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നാണ് ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിൽ ഈ വ്യക്തമാക്കുന്നത്. പക്ഷേ ഒരു റിയലിസ്റ്റിക് ആയിട്ട്, കാരണം കോൺഗ്രസ് നേതാക്കളൊക്കെ രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞിരുന്നത് 35 സീറ്റ് വരെ കിട്ടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ശരത് പവാർ ഈ വോട്ടെടുപ്പിൻ്റെ അവസാന ദിവസം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു 24 സീറ്റ് എന്നുള്ളതായിരുന്നു. ഏതാണ്ട് അതിനോട് അടുപ്പിച്ചുള്ള സംഖ്യ തന്നെയാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിലും പറയുന്നത്. ഈ ഇതിൽ നേരത്തെ ബസന്തേട്ടൻ പറഞ്ഞതിൽ എനിക്ക് 1-2 കാര്യങ്ങൾ, ഒന്ന് ഈ രാജസ്ഥാനിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ 2 സ്ഥലങ്ങളിലും ഡൽഹിയിൽ യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് നല്ല രീതിയിൽ വോട്ട് ഷെയർ കൂട്ടുന്നുണ്ട്. പക്ഷേ അത് ആ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ്.
മധ്യപ്രദേശ് അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ തവണ 2019 BJP 7 സീറ്റ് ജയിക്കുന്നത് 56% വോട്ടുമായിട്ടാണ്. അപ്പൊ ഈ 56% വോട്ട് മറികടക്കാൻ വേണ്ടിയുള്ള വോട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഇല്ല. പക്ഷെ നിയമസഭാ ബെഞ്ച് മാർക്ക് എടുക്കുമ്പോൾ ഡിഫറെന്റ് ഭൂരിപക്ഷം വരുന്നുണ്ട്. പക്ഷേ വോട്ടിംഗ് പാറ്റേൺ മാറ്റമാണ്. ലോക്സഭയിൽ ഒരു രീതിയിൽ വോട്ട് ചെയ്യുന്നവരാണ്, അസംബ്ലിയിൽ ഒരു രീതിയിൽ വോട്ട് ചെയ്യുന്നവരാണ്. അസംബ്ലിയിലേക്ക് വരുമ്പോഴത്തേക്കും കുടിവെള്ളവും വൈദ്യുതിയുമാണ് പ്രശ്നം ഡൽഹിയിലെ സാധാരണക്കാരുടെ. പാർലമെന്റിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ ദേശീയതയും മോദിയും പിന്നെ രാജ്യസുരക്ഷയും മാറുന്നു. മധ്യപ്രദേശിൽ പോയ ആളാണ് അർജുൻ. എന്താ തോന്നുന്നു ഈ മധ്യപ്രദേശിലെ പ്രവചനവും കണക്കൊന്നും വലിയ രീതിയിൽ ഷോക്കിംഗ് അല്ല. കാരണം അവിടെ കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടിയാലായി, ബാക്കി 28 സീറ്റും BJP കിട്ടുമെന്നുള്ള ഒരു പ്രവചനം, അത് പൊതുവെയുള്ള പ്രവചനം അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ സീറ്റ് ഏത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അത് ചിന്ദ്വാര ഒരു പക്ഷേ നകുൽനാഥ് തോൽക്കുമെന്നുള്ളൊരു പ്രവചനമാണ്. മാത്രമല്ല ഒരു സീറ്റ് ലഭിക്കുക ഒരു പക്ഷേ ഗ്വാളിയോറോ ഗുണയോ ആയിരിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഈ 2 പ്രദേശങ്ങളിലും ഞാൻ പോയിട്ടുള്ളതാണ്. അവിടെ ഒരു പൊതുവേ ഉള്ളൊരു വേവ് എന്ന് പറയുന്നത് BJP അനുകൂലമാണ്. കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ പോലും ഇല്ല അവിടെ എന്നുള്ളത് പറയാം. വികസനം തന്നെയാണ് ആ 2 ഭാഗത്തും, ഗുണയിലായാലും ഗ്വാളിയോറിലായാലും ചർച്ചയായിട്ടുള്ള വിഷയം. മാത്രമല്ല ഗുണയിൽ 2019 കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച ആളാണ് ഇത്തവണ BJP ചിഹ്നത്തിൽ മത്സരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. പക്ഷേ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ഇല്ലല്ല, അദ്ദേഹത്തിന് പോലും അനുകൂലമാണ്. കാരണം അവിടേക്ക് വരുന്ന സമയത്ത് ചിഹ്നം മോദി, അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടെയുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാൻ എന്ന് പറയുന്ന ഒരു പുരുഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം മധ്യപ്രദേശിൽ ആകെയുണ്ട്. സ്ത്രീ വോട്ടർമാർ മാത്രമല്ല അവിടെ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ലാഡ്ലി ബഹന ഉൾപ്പെടെയുള്ള യോജനകൾ ഉൾപ്പെടെ അദ്ദേഹം കൊണ്ടുവന്നു. അങ്ങനെ സംസ്ഥാന സർക്കാർക്ക് അവിടെ വലിയ രീതിയിലൊരു സ്വാധീനമുണ്ട്. മാത്രമല്ല ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ മോദിക്ക് മുകളിലൊരു ആരാധ്യ പുരുഷൻ അവിടുത്തെ ജനങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു പക്ഷേ മധ്യപ്രദേശ് ആയിരിക്കും, ശിവരാജ് സിംഗ് ചൗഹാൻ ആയിരിക്കും. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിട്ടുണ്ട്. അത് തന്നെയായിരിക്കും ഇത്തവണത്തെ ഫലം വരുമ്പോഴും ഉണ്ടാകുക. പക്ഷേ ഈ ഗുണ അല്ലെങ്കിൽ ഗ്വാളിയോറിൽ കോൺഗ്രസിന് ഒരു മേൽക്കൈ ഉണ്ടാകുമെന്നുള്ള പ്രവചനം ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല. അവിടെയും ഒരു BJP അനുകൂല തരംഗം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. 2 സ്റ്റേറ്റുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഒന്ന് രാജസ്ഥാനും ഹരിയാനയും. രാജസ്ഥാനിൽ നേട്ടം ഒന്നുമില്ലാത്തൊരു നേട്ടം ഉണ്ടാക്കുന്നുണ്ട് കോൺഗ്രസ്. ഹരിയാനയിൽ ഫൈറ്റ് വരുന്നു. അത് ഹരിയാനയിൽ ഇത് ഒരു കർഷകരുടെ പ്രശ്നവും തൊഴിലില്ലായ്മയും ഒക്കെ വിഷയമായിട്ടുണ്ട്. അവിടെ രാജസ്ഥാനിലെ കാരണം കഴിഞ്ഞ നിയമസഭയുടെ അത് അനുവ് പറയുന്നതായിരിക്കുന്നല്ലോ. രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് കവർ ചെയ്ത ആളാണ്. അതുപോലെ ഹരിയാനയിൽ ഇത്തവണ നിങ്ങൾ മോട്ടോർ സൈക്കിൾ ഇതിൽ പോകുന്നത് എന്താണ് അവിടെ ഈ കണ്ട സംഭവം എന്താ വെച്ചാൽ, രാജസ്ഥാനിൽ എന്തുകൊണ്ട് കോൺഗ്രസ് നേട്ടം ഉണ്ടാക്കുന്നു എന്നുള്ളത്. അതായത് ചുരു, നാഗോർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ, ദൗസ തുടങ്ങിയ മണ്ഡലങ്ങൾ തിരിച്ചെടുക്കുന്നു. ഹരിയാനയിലേക്ക് വരുമ്പോൾ 10ൽ 3 സീറ്റോളം കോൺഗ്രസിന് കിട്ടുന്നു എന്നുള്ളത്. അപ്പം എന്താണ് അവിടെ കണ്ടതെന്നുള്ളത് അനുഭവം പറയും. അതിൽ ഞാൻ ആദ്യം ഈ രാജസ്ഥാനിലെ കഥ പറയാം. രാജസ്ഥാനിലെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് നമ്മൾ പോയിരുന്നു, ഞാനും ഷിജു പട്ടു. അന്ന് ദൗസയിലൂടെ രാഹുൽ ഗാന്ധി ഇങ്ങനെ നടന്നു വരുമ്പോൾ ചെറിയ ഇടവഴികളൊക്കെ ഉണ്ടല്ലോ, ഒഴുകി ഒരു പുഴ ഒഴുകുന്ന പോലെ ആൾക്കാരിങ്ങനെ ഒഴുകി നിറയുക. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഗുണമൊന്നും കോൺഗ്രസിന് കിട്ടിയിട്ടില്ല. പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദൗസയിൽ നേട്ടം ഉണ്ടാക്കുന്ന പറയുന്നത് സംഘടനാ സംവിധാനം, അതായത് അശോക് ഗെഹ്ലോട്ട് ആണെങ്കിലും സച്ചിൻ ആണെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്തത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് ഭരണം പോയിട്ടുണ്ടെങ്കിലും 2% വോട്ടിന്റെ വ്യത്യാസമായിരുന്നു രാജസ്ഥാനിൽ ഉണ്ടായിരുന്നത്. അതായത് പാർട്ടി സംഘടനാ സംവിധാനം മധ്യപ്രദേശിലെ പോലെ തകർന്നു പോയിട്ടില്ല കോൺഗ്രസിന്റെ. അത് അവിടെ ഗുണം ചെയ്തിട്ടുണ്ട്. അത് സംഘടനയും അവിടെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് കോൺഗ്രസിന് രാജസ്ഥാനിൽ ഗുണം ചെയ്യുന്നത്. പക്ഷേ ഹരിയാനയിൽ അതല്ല. ഹരിയാനയിൽ കോൺഗ്രസ് മാത്രമല്ല, ഹരിയാനയിൽ സംഘടനയുണ്ട്. ഭൂപീന്ദർ സിംഗ് ഹൂഡയും ദീപിന്ദർ സിംഗ് ഹൂഡയും അതിന്റെ സംവിധാനമൊക്കെ അവിടെയുണ്ട്. അതിനപ്പുറത്തേക്ക് തൊഴിലില്ലായ്മ സജീവ ചർച്ചയായിട്ടുണ്ട് ഹരിയാനയിൽ. രണ്ടാമത്തേത് കർഷകരുടെ പ്രശ്നമാണ്. കർഷകരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ രാജ്യത്താകമാനം പൊതുവെ പറയുന്ന കർഷകർക്ക് പ്രശ്നം കർഷകരുടെ സമരം എന്നുള്ളതല്ല. കൃത്യമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയിട്ട് അവിടെ തന്നെയുള്ള കർഷകർ സമരം ചെയ്തു. അതിൽ നമ്മൾ പോയി കണ്ട സൂര്യകാന്തി പാടത്തെ കർഷകർ, സൂര്യകാന്തിക്ക് താങ്ങുവിലയെ ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർ സമരം ചെയ്തു. 4 ദിവസം റോഡ് ഉപരോധിച്ചു. അന്തർ സംസ്ഥാന പാതയിലൂടെ ഒരു വാഹനവും കടത്തിവിട്ടില്ല. നേതാക്കളെ പിടിച്ച് ജയിലിലിട്ടു, പ്രധാനപ്പെട്ട നേതാക്കളെ. അതിനുശേഷം ചർച്ച നടത്തി സർക്കാരിന് താങ്ങുവില കൊടുക്കേണ്ടി വന്നു, ഈ കേസുകൾ പിൻവലിക്കേണ്ടി വന്നു. അതിനുശേഷം പോലും കർഷകർ പിൻവാങ്ങാൻ തയ്യാറായില്ല. കർഷകരൊന്നും കോൺഗ്രസ്സുകാരല്ല, അവർ കോൺഗ്രസ്സുകാരില്ലാത്ത ആളുകളുണ്ട്. അതിശക്തമായ പ്രതിഷേധം ആ മേഖലയിൽ ഉണ്ടായിരുന്നു. അത് ഗുണം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത്, വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, കഴിഞ്ഞ 5 വർഷത്തിനിടെ രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്ന്, പാർലമെന്റിനകത്ത് 2 യുവാക്കൾ കയറി പാർലമെന്റ് അതിക്രമം സുരക്ഷ ഭേദിച്ച് അവർ വിളിച്ച മുദ്രാവാക്യത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് തൊഴിലില്ലായ്മയായിരുന്നു. അന്ന് അവിടെ അറസ്റ്റിലായ നീരത്തിന്റെ നാട്ടിൽ ജിന്ദിൽ നമ്മൾ പോയിരുന്നു.
ജിന്ദിൽ നമ്മൾ ഒരു പാർലമെന്റ് ആക്രമിച്ച കേസിൽ പ്രതിയുടെ വീട്ടിൽ പോയിട്ട് നാട്ടുകാർ മുഴുവൻ ആ പ്രതിയുടെ കൂടിയായിരുന്നു. അവർ പറയുന്നത് തൊഴിലില്ല, എന്ത് ചെയ്യും? അവിടുത്തെ ഗാപ്പ് പഞ്ചായത്ത് ചേർന്നിട്ട് ഇവരെ പുറത്തിറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം പാസ്സാക്കുകയാണ്, ഒരു നാട്ടിൽ നടക്കുകയാണ്. അപ്പം തൊഴിലില്ലായ്മ വിഷയമായിട്ടുണ്ട് ഹരിയാനയിൽ, കർഷകരുടെ വിഷയവും ചർച്ചയായിട്ടുണ്ട്. അതാണ് സീറ്റായി മാറുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സഞ്ചരിച്ചിരുന്നു. ഞാൻ മഹാരാഷ്ട്രയിൽ പോയിരുന്നു. അതിന് മുമ്പ് എൻ്റെ വ്യക്തിപരമായ ഒരു യാത്രയുടെ ഭാഗമായി ഈ ആസാമിൽ, മേഘാലയയിൽ, നോർത്ത് ഈസ്റ്റിലും പോയിരുന്നതാണ്. അപ്പം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡി വേഴ്സസ് രാഹുൽ എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഒരു ബൈനറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ മോഡിയേ ഉള്ളൂ, രാഹുലില്ല. എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ BJPയുടെ ഈ വിജയം എന്ന് പറഞ്ഞാൽ അതൊരു മോഡിയുടെ ഒരു വിജയമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. ചരിത്രത്തിൽ അങ്ങനെ തന്നെ. അങ്ങനെയാണെങ്കിൽ പശ്ചിമ ബംഗാൾ എടുക്കേണ്ടത് ആ ഒരു ഇതിലായിരിക്കും, ആ ബൈനറിയിലാണ്. എന്ന് വെച്ചാൽ 24 സീറ്റിലേക്ക് വരെ വരും എന്ന് പറയുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സീറ്റ് 4ഓ 5ഓ കുറയുന്നു എന്നുള്ളത് കഴിഞ്ഞ തവണത്തേക്ക്. മമത ഒരു ഫൈറ്റർ എന്നുള്ള നിലയ്ക്ക് പോരാടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃണമൂലും മമത ബാനർജി. പക്ഷെ അവിടെ മമതയ്ക്ക് കിട്ടേണ്ട വോട്ട് CPM കോൺഗ്രസ് സഖ്യം വെട്ടി. മുസ്ലിം വോട്ടിനകത്ത് ഒരു ഭിന്നതയുണ്ടായിട്ടുണ്ട്. സാഗർദിഗി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. അവിടെ 3ാം സ്ഥാനത്തായിരുന്ന ഇടത് കോൺഗ്രസ് സഖ്യം, കോൺഗ്രസ് സ്ഥാനാർത്ഥി 1ാം സ്ഥാനത്തേക്ക് വരുന്നു, 2ാമത് തൃണമൂൽ ആവുന്നു, 3ാമത് BJP ആവുന്നു. പക്ഷെ ആ നിലയിലുള്ള ഒരു മാറ്റം പലയിടങ്ങളിലും വരുന്നുള്ളതാണ്. വേറൊറ്റ കാര്യം കൂടി ഞാൻ CPMന്റെ മുർഷിദാബാദ് മുഹമ്മദ് സലീം ജയിക്കില്ല എന്നാണ് ഇപ്പം കേൾക്കുന്നത്. ഒരു കാര്യം അതിൽ പറഞ്ഞോട്ടെ, നമ്മൾ ഈ വോട്ടർ സൈക്കിൾ ഡയറിയുടെ ഭാഗമായിട്ട് 8 സംസ്ഥാനങ്ങളിൽ പോയല്ലോ. ഈ പോയ സ്ഥലങ്ങളിലൊക്കെ മോദിയുണ്ട്. മോദിക്കാണ് പ്രാദേശികമായ ഒരു നേതാവിന്റെ പേര് BJPക്കാർ പറഞ്ഞില്ല, മോദിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി എന്നുള്ളൊരു പേര്, രാഹുൽ ഗാന്ധി എന്നുള്ളൊരു നേതാവിന്റെ പേര് ദക്ഷിണേന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ബംഗാളിലെ ഇൻഡാലി മാർക്കറ്റിലെ ഒരു കച്ചവടക്കാരനല്ലാതെ വേറൊരാളും പറഞ്ഞിട്ടില്ല. മോദിക്ക് അപ്പുറം നിൽക്കുന്ന ഒരു നേതാവായിട്ട് രാഹുലിനെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റില്ല. പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ നമ്മൾ പഞ്ചാബിൽ, ഹരിയാനയിൽ, ഡൽഹിയിൽ, UP കെജ്രിവാൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി ഉള്ള 5 വർഷക്കാലം ഇന്ത്യൻ രാഷ്ട്രീയം എങ്ങോട്ട് തിരിയും എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരങ്ങൾ ഒന്നായിട്ട് കെജ്രിവാൾ എന്നുള്ള പേര് മാറുന്ന എനിക്ക് തോന്നുന്നുണ്ട് ഈ യാത്രയിൽ. ഇതിൽ വേറൊരു വിഷയം, മമതാ ബാനർജി ഈ ഒരു BJP മുന്നിൽ വരികയാണെങ്കിൽ, 2009 ഞാൻ ബംഗാൾ ഇലക്ഷൻ കവർ ചെയ്തിട്ടുണ്ട്, ലോക്സഭ. അന്ന് CPM തകർന്നു, ലോക്സഭയിൽ 16 സീറ്റിലേക്ക് ചുരുങ്ങി. അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM അപ്പാടെ വൈപ്പ് ഔട്ടായി. ഇപ്പോൾ സമാനമായൊരു സാഹചര്യമാണോ ബംഗാളിൽ നേരിടുന്നത് എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. BJP മുന്നിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എങ്ങോട്ട് തിരിയുമെന്ന് കണ്ടറിയുന്നത്. അത് ബംഗാൾ മാത്രമല്ല, കേരളവും തമിഴ്നാടും ഒക്കെ. ബംഗാള്, കേരളം, തമിഴ്നാട്, ബീഹാറിലും തേജസ്വി യാദവിനെ നമ്മൾ കൃത്യമായി നോക്കണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡറായിട്ട് നമ്മൾ തേജസ്വിനെ കാണാം. എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏതാണ്ടൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. BJPക്ക് വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട്. ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമാണല്ലോ നമുക്ക് മുന്നിലുള്ളൂ. കാത്തിരിക്കാം യഥാർത്ഥ വിധിക്കായി. താങ്ക് യു.